ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പര അതിന്റെ ആവേശകരമായ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച ബ്രിസ്ബണിലെ ചരിത്രപ്രസിദ്ധമായ ഗാബ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 5ാമത്തെയും അവസാനത്തെയും പോരാട്ടം പരമ്പരയിൽ 2-1 ലീഡ് സ്വന്തമാക്കി നിൽക്കുന്ന സൂര്യകുമാർ യാദവിനും സംഘത്തിനും നിർണായകമാണ്. 0-1 പിന്നിൽ നിന്ന ശേഷം തുടർച്ചയായ 2 വിജയങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ടീം ഇന്ത്യ പരമ്പരാഗത വിജയം ഉറപ്പിക്കാൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയായിരിക്കും ഇറങ്ങുക. ഈ മത്സരം വെറും ഒരു വിജയത്തിനപ്പുറം യുവതാരങ്ങളെ പരീക്ഷിക്കാനും അടുത്ത വർഷത്തെ പ്രധാന ടൂർണമെന്റുകൾക്കുള്ള കോർ ഗ്രൂപ്പിനെ കണ്ടെത്താനും ടീം മാനേജ്മെന്റിന് ലഭിക്കുന്ന ഒരു അവസാന അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിലനിർത്തിയ പ്ലേയിങ് 11-ൽ നിന്നും മാറി ചില നിർണായക ടെസ്റ്റ് മത്സരങ്ങൾ ടീം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ താഴെത്തട്ടിൽ നിരവധി അഴിച്ചുപണികൾ നടന്നെങ്കിലും ഓപ്പണിംഗ് കോമ്പിനേഷനിലും മാറ്റം വരുത്താൻ ടീം മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ഈ മത്സരത്തിലും ഈ സ്ഥിരത നിലനിർത്താനാണ് സാധ്യത. വൈസ് ക്യാപ്റ്റനായ ഗില്ലിന് ഈ വർഷം T20 ഫോർമാറ്റിൽ ഒരു 50 പോലും നേടാൻ സാധിച്ചിട്ടില്ല എന്നതും ഒരു കുറവാണ്. കഴിഞ്ഞ മത്സരത്തിൽ 46 റൺസിൽ പുറത്തായത് അദ്ദേഹത്തിന് നിരാശ നൽകി. ഗാബയിലെ അവസാന മത്സരത്തിൽ ഒരു മികച്ച 50+ സ്കോർ നേടാൻ ഗിൽ തീർച്ചയായും ശ്രമിക്കും. ഇത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനും ഓപ്പണിംഗിലെ ആശങ്കകൾ അവസാനിപ്പിക്കുന്നതിലും നിർണായകമാകും. വെടിക്കെട്ട് താരമായ അഭിഷേക് ശർമ്മ ഗില്ലിനൊപ്പം ഓപ്പണിംഗ് സ്ഥാനത്ത് തന്നെ തുടരും. ഇടം വലം കയ്യൻ ഓപ്പണിംഗ് കോമ്പിനേഷൻ ടീമിന് നൽകുന്ന ബാലൻസിംഗ് ഒരു പ്ലസ് പോയിന്റ് ആണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 3ാം നമ്പറിൽ തന്റെ സ്ഥാനം നിലനിർത്തും. ഗില്ലിനെ പോലെ തന്നെ തന്റെ ഫോമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും സൂര്യയ്ക്ക് ഒരു അർദ്ധ സെഞ്ചുറിയോ അതിൽ കൂടുതലോ ആവശ്യമാണ്. മികച്ച ഫോമിൽ പരമ്പരയ്ക്കെത്തിയ തിലക് വർമ്മയിൽ നിന്നും ഇനിയും തകർപ്പൻ ഇന്നിംഗ്സ് ഉണ്ടായിട്ടില്ല. 4ാം നമ്പറിൽ കളിക്കുന്ന തിലക് ടീം പ്രതിസന്ധിയിലാകുമ്പോൾ താങ്ങി നിർത്താനും സ്കോറിംഗ് വേഗത നിലനിർത്താനും ശ്രമിക്കും. അവസാന മത്സരത്തിൽ തിലക് തന്റെ കഴിവ് തെളിയിക്കാൻ അതീവ താല്പര്യം കാണിക്കുമെന്ന് ഉറപ്പാണ്. പരമ്പര വിജയത്തിലേക്ക് ഒരു ചുവടുകൂടി അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ടീം ഇന്ത്യയുടെ ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാൻ കോച്ച് ഗൗതം ഗംഭീർ നിർണായകമായി 2 മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുമുണ്ട്. മലയാളി സൂപ്പർ താരമായി സഞ്ജു സാംസണെ 5ാം നമ്പറിൽ തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സഞ്ജുവിന് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നു. 2ാം T20ൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചെങ്കിലും 2 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ജിതേഷ് ശർമ്മയ്ക്ക് പകരമാകും സഞ്ജുവിന്റെ വരവ്. സഞ്ജുവിനെ പോലെ പരിചയസമ്പന്നനും പ്രതിഭയുമുള്ള ഒരു താരത്തിന് ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടാൻ ഇനിയുള്ള അവസരങ്ങൾ വളരെ നിർണായകമാണ്. അവസാന മത്സരത്തിലെങ്കിലും അദ്ദേഹത്തിന് അവസരം നൽകി ബാറ്റിംഗ് മികവും കീപ്പിംഗ് കഴിവും വിലയിരുത്താൻ ടീം മാനേജ്മെന്റ് ശ്രമിക്കും. സഞ്ജുവിന്റെ സാന്നിധ്യം മധ്യനിരയ്ക്ക് കൂടുതൽ ആക്രമണപരമായ സാന്നിധ്യവും നൽകും. സൂപ്പർ ഫിനിഷറായ റിങ്കു സിംഗിനെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശിവൻ ദുബൈക്കാകും ഇതിലൂടെ സ്ഥാനം നഷ്ടമാവുക. റിങ്കുവിന് ഈ പരമ്പരയിൽ ഇനിയും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് റിങ്കു. ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ അതിവേഗം റൺസ് നേടാനും കളി ഫിനിഷ് ചെയ്യാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ടീമിന് വിലപ്പെട്ടതാണ്. പരമ്പര വിജയം ഉറപ്പിക്കാനുള്ള അവസാന മത്സരത്തിൽ അദ്ദേഹത്തിന് അവസരം നൽകി ഓസ്ട്രേലിയൻ പിച്ചുകളിലെ സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ശേഷിയും കോച്ച് ഗംഭീർ വിലയിരുത്താനും ശ്രമിക്കും. ഓൾറൗണ്ടർമാരിലും ബൗളിംഗ് നിരയിലും ഇന്ത്യ സ്ഥിരത നിലനിർത്താനാണ് സാധ്യത. കഴിഞ്ഞ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ നിലനിർത്തും. ഇടം കയ്യൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേൽ 7ാം സ്ഥാനത്ത് ബാറ്റിംഗിനൊപ്പം ബൗളിംഗിലും തിളങ്ങാൻ ശേഷിയുള്ള താരമാണ്. ഗോൾഡ് കോസ്റ്റിലെ അവസാന കളിയിൽ ബാറ്റിംഗിനൊപ്പം ബൗളിംഗിലും കസറിയ അക്ഷർ ടീമിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചു. മറ്റൊരു സ്പിൻ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ 8ാം നമ്പറിൽ തുടരും. അദ്ദേഹത്തിന്റെ മിന്നുന്ന പ്രകടനവും ടീമിന് മുതൽക്കൂട്ടാണ്. സ്പിൻ ബൗളിംഗിന്റെ ചുമതല പതിവ് പോലെ വരുൺ ചക്രവർത്തിക്ക് തന്നെയായിരിക്കും. പേസ് ആക്രമണത്തിൽ ചുക്കാൻ പിടിക്കാൻ ലോകോത്തര നിലവാരമുള്ള ജസ്പ്രീത് ബുംറയും ഇടക്കൈൻ പേസറായ അർഷ്ദീപ് സിംഗും തന്നെയാകും ഇറങ്ങുക. ഗാബയിലെ പിച്ചിന്റെ പ്രത്യേകതകൾ പരിഗണിക്കുമ്പോൾ ഈ പേസ് കോമ്പിനേഷൻ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് കടുത്ത വെല്ലുവിളിയാകും. ബുംറയുടെ കൃത്യതയും അർഷ്ദീപിന്റെ സ്വിംഗും ഇന്ത്യക്ക് തുണയാകും. ഗാബയിലെ ഈ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പരമ്പര വിജയത്തിനപ്പുറം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ടൂർണമെന്റുകൾക്കുള്ള ഒരു പ്രധാന മുന്നൊരുക്കമാണ്. യുവ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ വിദേശ മണ്ണിൽ ഒരു T20 പരമ്പര വിജയം നേടുന്നത് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും. ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഡെപ്ത് 8ാം നമ്പർ വരെ നീളും. ഇത് ടീമിന്റെ മൊത്തത്തിലുള്ള ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. ഗാബയിൽ ഒരു ആവേശകരമായ ക്രിക്കറ്റ് പോരാട്ടം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.